അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബർത്ത്ഡേ മന്ത് അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന സ്റ്റേഴ്സുകളാണ്. ജനുവരിയാണ്. ജനുവരിയിൽ ഇത് തണ്ണിമത്തൻ്റെ സ്റ്റെയറാണ്. ഇതിൽ കൂടെ ഒക്കെ നടത്താൻ നമ്മളെ കാല് അടിക്കൂലേ. ഏതായാലും നല്ല രസമുണ്ട് കാണാൻ. അടുത്ത ഫെബ്രുവരിയാണ്. ഫെബ്രുവരിയിൽ ചോക്ലേറ്റ് ആണ്, അടിപൊളിയായിട്ടുണ്ട് കാണാൻ. പിന്നെ വരുന്നത് മാർച്ചാണ്. മാർച്ചിൽ എന്തോന്ന് ക്രീമാണ്, ഏതായാലും അടിപൊളിയായിട്ടുണ്ട് കാണാൻ. പിന്നെ വരുന്നത് ഏപ്രിലാണ്. ഏപ്രിലിൽ എന്തോന്ന് എസ്മോസോ എന്താന്ന് എനിക്കറിയില്ല ഗൈസ്. പിന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ അടുത്തത് മെയ് ആണ്. മെയ്യിൽ തേനിൻ്റെതാണ്. അതിൽ തേനീച്ചൻ്റെ കുത്തു കൊള്ളണം നോക്കിയാൽ മതി. ജൂണിൽ ഡോണറ്റ് ആണ്. ഇത് മെല്ലെ ഇങ്ങനെ കഴിച്ചിങ്ങനെ കയറിയാൽ മതി. ജൂലൈയിൽ കിവിയാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ സ്ലിപ്പ് ആവുന്നത് നോക്കിയാൽ മതി. ഓഗസ്റ്റിൽ സിനമോണോ, ഇതെന്തോ കേക്ക് ഐറ്റം ആണെന്ന് തോന്നുന്നു, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സെപ്റ്റംബറിൽ ജെല്ലിയാണെന്ന് തോന്നുന്നു. ഇതിലും വിളക്കി വെക്കുന്നത് നോക്കിയാൽ മതി, അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഒക്ടോബർ ചോക്ലേറ്റ് ആ തോന്നുന്നുണ്ട്, കാലുമേൽ ഒട്ടി പിടിച്ചിട്ടത് നോക്കിയാൽ മതി. എൻ്റെ മോനെ നവംബർ ഐസ്ക്രീമിൻ്റെ സ്റ്റെയർ ആണ്. ഇതിൽ കൂടെ കയറി പോകാൻ തന്നെ വൈബായിരിക്കും. പിന്നെ ടൈമിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല കഴിച്ചോട് ഇങ്ങനെ കയറിപ്പോയാൽ മതി. പിന്നെ ഡിസംബർ ആണ്. ഡിസംബറിൽ പിസൻ്റെ സ്റ്റെയർ ആണ്. ഇതും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിലേത് സ്റ്റെയർ ആണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.